നമസ്കാരം. ഇന്നത്തെ ചരിത്ര വിവരണത്തിലേക്ക് സ്വാഗതം. തൃശൂർ ചരിത്രം, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തിന്റെ കഥ. കേരളത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തൃശൂർ കേവലമൊരു ജില്ലയല്ല, മറിച്ച് മലയാളി ജീവിതത്തിന്റെ ആത്മാവും സംസ്കാരത്തിന്റെ ഈറ്റില്ലവുമാണ്. ചരിത്രകാരന്മാർ പറയുന്നത് പ്രകാരം തിരു-ശിവ-പേരൂർ എന്ന പദത്തിൽ നിന്നാണ് തൃശൂർ എന്ന പേര് രൂപപ്പെട്ടത്. ഇതിനർത്ഥം സാക്ഷാൽ ശിവഭഗവാന്റെ പവിത്രമായ നാട് എന്നാണ്. തൃശൂരിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിന്റെ കേന്ദ്രബിന്ദു പൗരാണികമായ വടക്കുന്നാഥൻ ക്ഷേത്രമാണെന്ന് കാണാം. പരശുരാമനാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നാണ് ഐതിഹ്യം. മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം പുരാതന കാലം മുതൽക്കേ ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമായിരുന്നു. തൃശൂരിന്റെ മണ്ണിൽ ആദ്യകാലത്ത് കല്ലറകളും നന്നങ്ങാടികളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഈ പ്രദേശത്തിന് ശിലായുഗത്തോളം പഴക്കമുണ്ടെന്ന് തെളിയിക്കുന്നു. മധ്യകാലഘട്ടത്തിൽ തൃശൂർ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. സാമൂതിരിയുടെ ആക്രമണങ്ങളും കൊച്ചി രാജവംശത്തിന്റെ ഭരണവും ഈ നഗരത്തിന്റെ ചരിത്രത്തിൽ നിർണായകമാണ്. ഒരു കാലത്ത് പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനമായിരുന്നു തൃശൂർ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ എന്നിവരുടെ വരവ് തൃശൂരിന്റെ വാണിജ്യപാതകളെ മാറ്റിമറിച്ചു. ശക്തമായ കോട്ടകളും കൊട്ടാരങ്ങളും ഇവിടെ നിർമ്മിക്കപ്പെട്ടു. വിദേശ ശക്തികളും പ്രാദേശിക രാജാക്കന്മാരും തമ്മിലുള്ള പോരാട്ടങ്ങൾക്കിടയിലും തൃശൂർ അതിന്റെ തനിമ നിലനിർത്തി. നഗരത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തൃശൂരിനെ കേരളത്തിന്റെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമാക്കി മാറ്റി. സാമൂതിരിയുടെ സൈന്യം പലതവണ തൃശൂർ കീഴടക്കാൻ ശ്രമിച്ചിരുന്നു. ഈ സംഘർഷങ്ങൾക്കിടയിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിരവധി കോട്ടകൾ പണിയപ്പെട്ടു. തൃശൂരിന്റെ ചരിത്രത്തിലെ സുവർണ അധ്യായം ആരംഭിക്കുന്നത് ശക്തൻ തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാമവർമ്മ രാജാവിന്റെ ഭരണകാലത്താണ്. ആധുനിക തൃശൂരിന്റെ ശില്പിയായി അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. വടക്കുന്നാഥൻ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള നിബിഡ വനങ്ങൾ വെട്ടിത്തെളിച്ച് അദ്ദേഹം ഇന്നത്തെ നഗരരൂപം നിർമ്മിച്ചെടുത്തു. നഗരത്തിന്റെ കേന്ദ്രഭാഗമായ സ്വരാജ് റൗണ്ട് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളെ നഗരത്തിൽ താമസിപ്പിക്കുകയും വ്യാപാരത്തിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തതിലൂടെ അദ്ദേഹം തൃശൂരിനെ ഒരു മതസൗഹാർദ്ദ നഗരമാക്കി മാറ്റി. ശക്തൻ തമ്പുരാന്റെ ഭരണകാലം തൃശൂരിനു പുതിയൊരു ഉണർവ് നൽകി. തൃശൂരിനെ ലോകപ്രശസ്തമാക്കിയത് ഇവിടുത്തെ ഉത്സവങ്ങളുടെ രാജാവായ തൃശൂർ പൂരമാണ്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ശക്തൻ തമ്പുരാൻ തന്നെയാണ് ഈ ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്ന ഈ ഉത്സവം കേരളീയ സാംസ്കാരിക ഐക്യത്തിന്റെ അടയാളമാണ്. ഗജവീരന്മാരും മേളപ്പെരുക്കവും കുടമാറ്റവും തൃശൂരിന്റെ ആകാശത്തെ വർണ്ണാഭമാക്കുന്നു. ഇന്ന് കല, സാഹിത്യം, വാണിജ്യം എന്നീ മേഖലകളിൽ തൃശൂർ കൈവരിച്ച നേട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. സാഹിത്യ അക്കാദമിയും സംഗീത നാടക അക്കാദമിയും ഈ മണ്ണിൽ നിലകൊള്ളുന്നു. ചരിത്രവും പാരമ്പര്യവും ആധുനികതയും ഒത്തുചേരുന്ന തൃശൂർ ഇന്നും കേരളത്തിന്റെ ഹൃദയമായി തുടരുന്നു. ഓരോ വീഥിയും ഓരോ കെട്ടിടവും കലയുടെയും ചരിത്രത്തിന്റെയും കഥകൾ പറയുന്ന ഈ നാട് വരും തലമുറകൾക്കും ഒരു വലിയ നിധിയാണ്. ചരിത്രപരമായ പ്രാധാന്യം. തൃശൂരിന്റെ ചരിത്രം കേരളത്തിന്റെ പാരമ്പര്യത്തെയും സാമുദായിക ഐക്യത്തെയും ആധുനിക നഗരവൽക്കരണത്തെയും കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നൽകുന്നു.